നമസ്കാരം. ഓരോ ശ്വാസത്തിലും സൗഖ്യം. വളരെ മനോഹരമായൊരു ക്യാപ്ഷനാണ്. മനുഷ്യജീവിതം എന്ന് പറയുന്നത് അവൻ്റെ ലൈഫിൽ ഒരുപാട് രോഗങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ജീവിതശൈലി രോഗങ്ങളും അതേപോലെ നിത്യേനയുള്ള നമുക്ക് സർവ്വസാധാരണമായ പ്രമേഹ രോഗങ്ങളും പെട്ടെന്ന് പൊള്ളലിലൂടെയൊക്കെ ഉണ്ടാകുന്ന മുറിവുകളുമൊക്കെ നമുക്കുണ്ടാകുമ്പോൾ മനുഷ്യനൊന്ന് ഡൗൺ ആവും. എന്നാൽ അതിന് ശാശ്വതമായ പരിഹാരം നൽകുന്ന മുറിച്ചു മാറ്റാൻ വരട്ടെ, ഒന്ന് ചിന്തിക്കൂ എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഏറെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തെയാണ് ലൈറ്റിയുടെ എൻറ്റയർ മീഡിയ ടീം ഇന്ന് ചോയ്സ് ഓഫ് കേരള എന്ന പ്രോഗ്രാമിലൂടെ പരിചയപ്പെടുത്തുന്നത്. ശരിക്കും ഇത് കാണുന്ന ആളുകൾക്ക് ഒരു സാന്ത്വന സ്പർശം തന്നെയാണ്. നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മാർഗമാണ് ഈ സ്ഥാപനം നമുക്ക് കാട്ടിത്തരുന്നത്. അപ്പോൾ സ്ഥാപനം ഏതാണെന്നല്ലേ, നമ്മുടെ കോട്ടയം ജില്ലയിലെ കുടയമ്പടിയിലുള്ള ഓക്സിക്യൂർ പോളിക്ലിനിക്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ശാശ്വതമായ ഒരു നമുക്ക് സാന്ത്വന സ്പർശം നൽകുന്ന ഇവിടുത്തെ ചികിത്സാ രീതികൾ എന്തൊക്കെ എങ്ങനെയൊക്കെ അറിയണ്ടേ? കമാൺ. അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞതുപോലെ അനേകായിരം ആളുകൾക്ക് ആശ്വാസത്തിൻ്റെ പൊൻകിരണം നൽകുന്ന നമ്മുടെ ഓക്സിക്യൂർ പോളിക്ലിനിക്കിൻ്റെ ബഹുമാന്യനായ CEO, ഒരു മുൻ പട്ടാള മേധാവി കൂടിയായ ജയദേവ് ഗണപതി സാറാണ് എന്നോടൊപ്പമുള്ളത്. സാർ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരു നല്ല പട്ടാളക്കാരൻ, ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഓരോരുത്തരും, ഇന്ത്യക്കാർ ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. രക്ഷ എന്നുള്ളത് അത് ആരോഗ്യരംഗത്തും താങ്കൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഒരു ബിഗ് സല്യൂട്ട്. താങ്ക് യു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകളാണ് സാർ പ്രധാനമായിട്ടും ഉള്ളത്? നമുക്കിവിടെ ഓക്സിക്യൂർ പോളിക്ലിനിക്കിൽ നമ്മൾ ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ സംവിധാനമാണ്. അത് സെഞ്ച്വറീസ് ഓൾഡ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചികിത്സാ രീതിയാണെങ്കിലും നമ്മളുടെ നാട്ടിലൊക്കെ അത് അധികം പ്രചാരത്തിൽ വന്നിട്ടില്ല. കേരളത്തിൽ ഇത് ട്രിവാൻഡ്രത്ത് ഒരു സെൻറ്റർ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മാത്രം കോട്ടയംപടിയിലാണ്. അതെ, ശരി. മറ്റേ എന്തൊക്കെ പ്രധാനമായിട്ടും പിന്നെ നമുക്ക് ഇവിടെ ഫെസിലിറ്റീസ്, ഓക്സിക്യൂർ പോളിക്ലിനിക്കിൽ നമുക്ക് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫിസിയോതെറാപ്പി ഉണ്ട്, ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്, അതുപോലെ ലബോറട്ടറി സർവീസുകളുണ്ട്. അതുപോലെ നമുക്കിവിടെ നമ്മൾ റീസെൻ്റ്ലി നമ്മളൊരു ഫിസിഷ്യൻ ഇവിടെ ഇപ്പം ജൂൺ മുതൽ വന്നു തുടങ്ങും. ശരി. അതേപോലെ തന്നെ മുറിച്ചു മാറ്റാൻ വരട്ടെ, നിങ്ങളൊന്ന് ചിന്തിക്കൂ. അത് ശരിക്കും നമ്മൾ ഒരുപാട് ആളുകൾ ഒരു വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ജീവിതശൈലി രോഗമായ ഷുഗർ പോലുള്ള പ്രതിസന്ധികൾ, പെട്ടെന്നുണ്ടാകുന്ന പൊള്ളൽ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒരു ശാശ്വതമായ പരിഹാരം കിട്ടുക എന്ന് പറയുന്ന ആൾക്ക് വലിയൊരു റിലീഫാണത്. ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അതെന്താണ് അങ്ങനെ ഒരു അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? അതിനുവേണ്ടി അതായത് നമ്മൾ താങ്കളീ പറഞ്ഞ പോലെ മുറിച്ചു മാറ്റാൻ വരട്ടെ എന്ന് പറയുന്നത്, അത് എപ്പോഴാണ് നമ്മൾ ഈ മുറിച്ചു മാറ്റുന്നത്? നമുക്ക് കാലിലൊരു മുറിവ് വന്നാൽ ഉടനെ നമ്മൾ മുറിച്ചു മാറ്റില്ല. അത് നമ്മൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഉണങ്ങുന്നില്ല, അത് ഇൻഫെക്റ്റഡ് ആയി, അതിൻ്റെ ഇൻഫെക്ഷൻ നമ്മൾ ബാക്കി ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് ബാധിക്കും എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഭാഗം മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഭാഗം നമുക്ക് രക്ഷിക്കാം എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് വരുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് മുറിച്ചു മാറ്റാൻ ഈ ഒരു മുറിച്ചു മാറ്റലിലേക്ക് എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ ഭാഗത്തുള്ള വ്രണം ഉണങ്ങുന്നില്ല. അതാണ് അതിൻ്റെ ബേസിക് കാരണം. ആ വ്രണം ഉണങ്ങിയാൽ അത് ഭേദമായി കഴിഞ്ഞാൽ പിന്നെ മുറിച്ചു മാറ്റേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കിവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ സംവിധാനത്തിൽ നമുക്ക് ബേസിക്കലി അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന നോൺ ഹീലിംഗ് വൂൺസ് അല്ലെങ്കിൽ നോൺ ഹീലിംഗ് അൾസേഴ്സ്, അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. നമ്മളുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയബറ്റീസിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ വളരെ കോമൺ ആയിട്ട് നമ്മൾക്കിടയിലുള്ള ആൾക്കാർക്കിടയിലൊക്കെ ഉള്ള അസുഖമാണ് ഈ ഡയബറ്റീസ്. ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസിലുള്ള വൺ ഓഫ് ദ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ, അവർക്ക് കാലിലൊക്കെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുകയില്ല. നമ്മൾ തന്നെ പുറത്തേക്ക് നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരിൽ എത്ര പേർക്ക് കാലിൽ വെച്ചുമായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്.
അത് പല കാരണങ്ങൾ കൊണ്ട് ഈ മുറിവ് ഉണങ്ങാതിരിക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷുഗർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ഈ മുറിവ് ഉണങ്ങാതിരിക്കുക, അല്ലെങ്കിൽ വരിക്കോസ് അൾസേഴ്സ് അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് മുറിവ് ഉണങ്ങാതിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും തന്നെ നമ്മൾക്കൊരു കാലിലൊരു മുറിവ് വന്ന് ആ മുറിവിൻ്റെ പരിചരണം ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഉണങ്ങുകയില്ല. അത് പിന്നെ ഒരു ക്രോണിക് വൂണ്ടായിട്ട് അങ്ങ് മാറുകയാണ്. കാരണം പിന്നെ വൂണ്ടിൻ്റെ ലൊക്കേഷൻ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇപ്പം നമ്മളുടെ കാലിൽ സ്ഥിരമായിട്ട് നമ്മൾ നടക്കുന്ന സമയത്ത് അനങ്ങുന്ന ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ മുറിവ് ഉണങ്ങില്ല. അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഉണങ്ങാത്ത മുറിവ് വരാം. പക്ഷേ അതിന് ശാശ്വതമായ പരിഹാരം നമുക്ക് നൽകുന്നുണ്ടല്ലേ? അതിൻ്റെ എല്ലാത്തിൻ്റെയും ഇപ്പം ഈ മുറിവിൻ്റെ അതായത് ഇറ്റിയോളജി, അതിൻ്റെ കോസറ്റീവ് ഫാക്ടർ ഏത് തന്നെയാണെങ്കിലും ഈ ഒരു ഉണങ്ങാത്ത മുറിവിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിജൻ്റെ ടെൻഷൻ ഓക്സിജൻ്റെ അളവ് ആ മുറിവ് അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള ഏരിയാസിൽ കുറവായിരിക്കും. അപ്പം നമ്മളിവിടെ ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയിൽ നമ്മൾ ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ ബ്ലഡിലുള്ള ഓക്സിജൻ്റെ അളവ് കൂട്ടും. അപ്പം അളവ് കൂട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് ഓക്സിജൻ കുറവുള്ള ടിഷ്യൂസിലേക്ക് ഈ രക്തം ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ആ ഓക്സിജൻ്റെ ടെൻഷൻ അത് കറക്റ്റ് ആവുകയും അവിടെ പുതിയ ബ്ലഡ് വെസൽസ് ഫോർമേഷൻ വരികയും അവിടെ ഇൻഫെക്ഷൻസ് കൺട്രോൾ ആവുകയും അതുമൂലം അവിടെ ഹീലിംഗ് നടക്കുകയും ചെയ്യും. അതാണ് അതിനകത്ത് ബേസിക്കലി നടക്കുന്നത്. നമുക്കിവിടെ കിടത്തി ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്? ഇവിടെ കിടത്തി ചികിത്സ ഇല്ല, നമുക്ക് OPD മാത്രമേ ഉള്ളൂ ഇവിടെ. ശരി. അപ്പോൾ ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്താണെന്ന് ഒന്നുകൂടി എനിക്ക് മനസ്സിലാക്കണം, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി യൂണിറ്റ് ആണത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് സാർ? ഇത് താങ്കൾ സൂചിപ്പിച്ച പോലെ നമ്മളുടെ ഓക്സിക്യൂർ പോളിക്ലിനിക്കിലുള്ള ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയുടെ ചേംബറാണിത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഫംഗ്ഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ലോസ് ഓഫ് ഫിസിക്സ്, ബോയിൽസ് ലോ, ചാൾസ് ലോ, അതാണ് ഇതിനകത്ത് ബേസിക്കലി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഒരു പാർലൻസിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും സോഡ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, പെപ്സി അല്ലെങ്കിൽ കൊക്കക്കോള പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കുടിച്ചിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഈ ഗ്യാസ് നിറയുന്നത് എങ്ങനെയാണ്? അതിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ സാധാരണ സോഡയാണെങ്കിൽ വെള്ളം എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ അണ്ടർ പ്രഷർ കൂട്ടിയിട്ട് അതിലേക്ക് നിറയ്ക്കുകയാണ് അല്ലേ? അപ്പം ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ വെള്ളത്തിലേക്ക് ഡിസോൾവ് ആവും. അങ്ങനെയാണ് നമ്മൾ സോഡ ഉണ്ടാക്കുന്നത്. ഇതും സിമിലർ മെക്കാനിസമാണ്, എക്സാക്ട്ലി സെയിം മെക്കാനിസമാണ്. നമ്മുടെ ബ്ലഡിൽ പ്ലാസ്മ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ആ പ്ലാസ്മയിലേക്കാണ് നമ്മൾ ഓക്സിജൻ നിറയ്ക്കുന്നത്. അത് നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ഈ പ്ലാസ്മയിലേക്ക് ഓക്സിജൻ നിറയ്ക്കുകയാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മളുടെ ബ്ലഡിൽ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നൊരു പിഗ്മെൻ്റാണ്. പക്ഷേ നമുക്ക് ഹീമോഗ്ലോബിൻ നോർമലി ഇപ്പം നമ്മളുടെയൊക്കെ ശരീരത്തിൽ ഇപ്പം നമ്മളിപ്പം സാച്ചുറേഷൻ, നമ്മൾ പണ്ട് കോവിഡിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും SpO2 ചെക്ക് ചെയ്യണം. SpO2 90-ൽ താഴെ പോകരുത്. SpO2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് SpO2 മോണിറ്റർ ചെയ്യണം. ഈ SpO2 എന്ന് പറയുന്നത് എന്താണ്? അത് ബേസിക്കലി ഹീമോഗ്ലോബിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഓക്സിജൻ്റെ കോൺസെൻട്രേഷനെയാണ് SpO2 കാണിക്കുന്നത്. അത് നോർമലി ഇപ്പം നമ്മളുടെയൊക്കെ ശരീരത്തിൽ ചെക്ക് ചെയ്താൽ 97-98% ആണ് സാച്ചുറേഷൻ ഉള്ളത്. അപ്പം നമ്മൾ ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഹീമോഗ്ലോബിൻ്റെ കോൺസെൻട്രേഷൻ 97-98-ൽ നിന്ന് 100 ആക്കുക എന്നുള്ളതല്ല നമ്മളുടെ ഉദ്ദേശം. നമ്മളുടെ ബേസിക് എയിം അല്ലെങ്കിൽ നമ്മളുടെ ബേസിക് ബെനിഫിറ്റ് കിടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബ്ലഡിൽ പ്ലാസ്മ എന്ന് പറഞ്ഞ കമ്പൗണ്ട് ഉണ്ട്. പ്ലാസ്മയിൽ നോർമലി നമുക്ക് 0.3% മാത്രമേ ഓക്സിജൻ ഉള്ളൂ. കാരണം പ്ലാസ്മയിൽ പിഗ്മെൻ്റ് ഇല്ല. പ്ലാസ്മ എന്ന് പറയുന്നത് ജസ്റ്റ് ബോഡിയിലെ ടിഷ്യൂസിനെ ബേത് ചെയ്ത് കിടക്കുന്ന ഒരു ഫ്ലൂയിഡാണ്. അപ്പം ഞാൻ ഈ നേരത്തെ നമ്മൾ ഈ സോഡ ഉണ്ടാക്കുന്ന ആ സെയിം ഫിസിക്സ് ആണ് ഇതിൽ അപ്ലൈ ചെയ്തത്. അപ്പം നമ്മൾ ഇതിനകത്ത് ചേംബറിനകത്ത് ആൾ കയറിയിരിക്കുന്നു. എന്നിട്ട് നമ്മൾ മാസ്ക് മുഖാന്തരം നമ്മൾ 100% ഓക്സിജൻ കൊടുക്കുന്നു. അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഓക്സിജൻ എന്നിട്ട് നമ്മൾ ഈ ചേംബറിൻ്റെ അകത്തെ പ്രഷർ കൂട്ടും. നമ്മൾ ഈ പ്രഷർ നമ്മളിപ്പം നിൽക്കുന്നത് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയും. അതിൻ്റെ ഒരു 1.4 ടൈംസ്, അതായത് ടോട്ടൽ 2.4 അറ്റ്മോസ്ഫിയറിക് പ്രഷറിലേക്ക് നമ്മൾ കൂട്ടും. അപ്പം എന്നിട്ട് നമ്മൾ ഈ 100% ഓക്സിജൻ നമ്മൾ മാസ്ക് മുഖാന്തരം കൊടുക്കും. അപ്പം എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ സോഡ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന ഓക്സിജൻ നമ്മൾ പ്രഷറും കൊടുക്കുന്നുണ്ട്, 100% ഓക്സിജനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന ഓക്സിജൻ നമ്മൾ പ്ലാസ്മയിലേക്ക് ഡിസോൾവ് ചെയ്യും. അതാണ് ബേസിക്കലി ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. എന്നിട്ട് നോർമലി നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന ഒന്നാണോ? എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്ന പോലെ തന്നെ നമുക്ക് ഈ പല ചികിത്സാ വിധിയായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അതായത് ഉണങ്ങാത്ത മുറിവുകൾക്ക് ഉപയോഗിക്കാം. അതുപോലെ ക്യാൻസർ പേഷ്യൻസ്, റേഡിയേഷൻ എടുത്തിട്ടുള്ള ക്യാൻസർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരുടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ സ്പോർട്സ് ഇഞ്ചുറിയുടെ റിക്കവറിക്ക് വേണ്ടി ഉപയോഗിക്കാം. കാരണം നമുക്ക് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി കൊളാജൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മുടെ ശരീരത്തുണ്ട്. അപ്പം നമ്മൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മുറിവ് ഉണങ്ങാനാണെങ്കിലും ശരി, നമ്മൾ വെൽനസ് പ്രോഗ്രാംസിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറിയുടെ കാര്യങ്ങളുടെ അതിന് റിക്കവറിക്കാണെന്നുണ്ടെങ്കിലും കൊളാജൻ ഫോർമേഷൻ നടക്കണം. കൊളാജൻ ഫോർമേഷൻ നടക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ബോഡിയുടെ റിപ്പയർ വർക്ക്സ് നന്നായിട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി ഈ കൊളാജൻ്റെ ഫോർമേഷൻ വളരെ നന്നായിട്ട് അത് എൻഹാൻസ് ചെയ്യും. കൊളാജൻ്റെ ക്രോസ് ലിങ്കിങ്, കൊളാജൻ്റെ ഫോർമേഷൻ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അത് എൻഹാൻസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫേമസ് ആയിട്ടുള്ള പല ഫിലിം ആക്ടേഴ്സും
ഇപ്പം ഹോളിവുഡിലും ശരി ബോളിവുഡിലും ശരി നമ്മുടെ ഷാരൂഖ് ഖാൻ അടക്കമുള്ള ആക്ടേഴ്സ് അവർക്കൊക്കെ പേഴ്സണലൈസ്ഡ് ചേമ്പേഴ്സ് ഉണ്ട്. കാരണം അവർ ഇത് യൂസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കാരണം നമ്മളുടെ ലുക്സ്, നമ്മളുടെ ബോഡിയുടെ ലുക്സ് അല്ലെങ്കിൽ നമ്മുടെ നമ്മളുടെ വെൽനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് വരും. അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ ഓക്സിജന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന ചെറിയ 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 പോരായ്മകളെല്ലാം ഇതുമൂലം പരിഹരിക്കപ്പെടും. ഇത് നമുക്ക് എത്ര വയസ്സും അല്ല അങ്ങനെ വല്ലതും ഉണ്ടോ? ഏജ് അങ്ങനെ ലിമിറ്റ് വല്ലതും ഉണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ ഇതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് ഇൻഫാക്ട് നമുക്ക് ഇവിടെ കുട്ടികൾ വരെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ASD ഉള്ള കുട്ടികളെ വരെ നമുക്ക് ഇവിടെ റെഫറൽ കേസസ് ആയിട്ട് വരുന്നുണ്ട്. അത് ബോംബെയിലൊക്കെ പോയിട്ട് എന്താണ് സ്റ്റെം സെൽ തെറാപ്പി എടുത്തിട്ട് അതിനുശേഷം ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി റെക്കമെൻഡ് ചെയ്യും അവർ. അപ്പൊ അങ്ങനെയുള്ള പല കുട്ടികളും നമുക്കിവിടെ വരുന്നുണ്ട്. എത്ര മണിക്കൂറാണ് ഇതിന്റെ ഒരു ടൈം എന്ന് പറയുന്നത്? ഇപ്പോൾ ഇതിന് പല പല പ്രോട്ടോകോൾസ് ആണ് ഇതിനുള്ളത്. ഓരോ അസുഖങ്ങൾക്ക് ഓരോ പ്രോട്ടോകോൾസ് ആണ്. അപ്പൊ യൂഷ്വലി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് 2 ഘടകങ്ങളാണ്. ഒന്ന്, നമുക്ക് ഓക്സിജൻ നമ്മൾ ബ്രീത്ത് ചെയ്യണം. രണ്ടാമത്തേത് ഈ ചേംബർ പ്രഷറൈസ് ചെയ്യണം. അപ്പോൾ ഈ ചേംബർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് പല പ്രോട്ടോകോൾസിലാണ് ഇത് പ്രഷറൈസ് ചെയ്യുന്നത്. കാരണം ഓരോ അസുഖങ്ങൾക്ക് ഓരോ രീതിയിലാണ്. ജനറലി നമുക്ക് ഏറ്റവും കൂടുതൽ കേസസ് നമുക്ക് വരുന്നത് നമ്മൾ 2.480, അതായത് നമ്മളിപ്പോൾ ഉള്ള പ്രഷറിന്റെ 2.4 ടൈംസിലേക്ക് നമ്മൾ പ്രഷറൈസ് ചെയ്യും. അപ്പം കുറച്ചുകൂടെ വേറൊരു ഇതിൽ പറഞ്ഞാൽ നമുക്കിത് ഡൈവിംഗ് മെഡിസിൻ അല്ലെങ്കിൽ ഡൈവിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീൽഡാണ് ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മൾ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രഷർ കൂടും അല്ലേ? അപ്പം എന്താണ് നമ്മൾ ഈ ഡൈവിങ്ങിന്റെ എത്ര ഫീറ്റ് ഓഫ് സീ വാട്ടറിലേക്ക് നമ്മൾ ഡൈവ് ചെയ്യുന്നു എന്നതിന്റെ പാർലൻസിലാണ് നമ്മൾ ഇതിന്റെ ഡെപ്ത് പറയുന്നത്. അതായത് 2.4 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ 50 ഫീറ്റ് ഓഫ് സീ വാട്ടറിലേക്ക് നമ്മൾ, അതായത് കടലിലേക്ക് നമ്മൾ 50 ഫീറ്റ് ഡൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 50 ഫീറ്റ് നമ്മൾ കടലിനടിയിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെയുള്ള പ്രഷറാണ് 2.4 അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പോൾ ആ ഒരു പ്രഷർ ലെവലിലേക്കാണ് നമ്മൾ ഈ ചേംബർ പ്രഷറൈസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ 100% ഓക്സിജൻ നമ്മൾ മാസ്ക് മുഖാന്തരം കൊടുക്കും. അപ്പം നമ്മൾ ഈ ഇൻക്രീസ്ഡ് പ്രഷർ വരുമ്പോൾ തന്നെ നമ്മൾ ഈ കൊടുക്കുന്ന ഓക്സിജൻ നമ്മൾ ഈ പറയുന്ന പ്ലാസ്മയിലേക്ക് ഡിസോൾവ് ആവും. അപ്പോൾ ഈ ഡിസോൾവ് ആയതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. കാരണം ഇത് ഡിസോൾവ് ആയിട്ട് ഇത് ആ ഓരോരോ സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഇതിൻ്റെ ആക്ഷൻ വരും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് സാധാരണ ആക്ഷൻ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് യൂഷ്വലി നമുക്ക് പുതിയ ബ്ലഡ് വെസൽസ് ഫോർമേഷൻ വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഉണങ്ങാത്ത മുറിവുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവിടെ ഓക്സിജൻ്റെ സാച്ചുറേഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫെക്ഷൻ അവിടെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഓക്സിജൻ്റെ പ്രസൻസിൽ വളരാത്ത ഈ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ അവർ അവിടെ വന്ന് കോളനൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഇൻഫെക്ഷൻ പോവില്ല അവർ. കാരണം ഓക്സിജൻ്റെ ടെൻഷൻ അവിടെ ആസിഡിസ് കുറവാണ്. അപ്പം നമ്മൾ ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഹൈപ്പറോക്സിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ് ബോഡിയിൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഹൈപ്പറോക്സിയ മൂലം നമുക്ക് അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ ആവാനും അതുപോലെ പുതിയ ബ്ലഡ് വെസൽസ് ഫോർമേഷൻ വരാനും അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊളാജൻ്റെ ഫോർമേഷൻ വരാനും ഒക്കെ ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഇതിൻ്റെ എഫക്ട്സ്, എസ്പെഷ്യലി ഈ പറയുന്ന ഇപ്പോൾ വൂണ്ട് ഹീലിങ്ങിനാണെങ്കിലും റേഡിയേഷൻ ഇഞ്ചുറിയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടാണെങ്കിലും സ്പോർട്സ് ഇഞ്ചുറിയുടെ റിക്കവറിക്ക് വേണ്ടിയിട്ടാണെങ്കിലും വെൽനസ് ആസ്പദമായിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം ഇതിൻ്റെ ബേസിക് എഫക്റ്റ് എന്ന് പറയുന്ന ഇതാണ്. നമുക്കിവിടെ തെറാപ്പി ചികിത്സകളും ഉണ്ടല്ലേ? തെറാപ്പി നൽകുന്നുണ്ട് നമ്മളല്ലേ? തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ പേര് തന്നെ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി എന്നാണ്. അപ്പം ഫിസിയോതെറാപ്പിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഫിസിയോതെറാപ്പി ഉണ്ട്. നമുക്കിവിടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട് ഇവിടെ. അത് മുകളിലത്തെ നിലയിൽ ഫംഗ്ഷൻ ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതാണ് നമ്മളുടെ ഓക്സിക്യൂർ പോളിക്ലിനിക്കിലുള്ള ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയുടെ ചേംബറാണിത്. ഇത് 8 പേരുടെ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ചേംബറാണിത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് പേഷ്യൻസ് ഇതിൽ നമുക്ക് റിക്ലൈനിങ് ചെയർ ഉണ്ട്. ആ ചെയറിൽ ഇരുന്നിട്ട് മാസ്ക് ഉണ്ട്. ആ മാസ്ക് മുഖാന്തരം 100% ഓക്സിജൻ ഈ പേഷ്യൻസിന് കൊടുക്കും. എന്നിട്ട് ഈ ചേംബറിൻ്റെ അകത്തെ പ്രഷറാണ് നമ്മൾ കൂട്ടുന്നത്. നമ്മളുടെ ഡിസൈഡ് പ്രഷർ ഇപ്പം 2.4 ആണെങ്കിൽ 2.4ലേക്ക്, അല്ലെങ്കിൽ വേറെ ചില കേസുകൾക്ക് നമുക്ക് പ്രഷർ കൂടിയൊരു പ്രോട്ടോക്കോളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ഒരു പ്രോട്ടോക്കോളിലേക്ക് ഇതിനകത്ത് പോകാൻ വരും. ഇത് നമ്മളുടെ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയുടെ ഒരു കൺട്രോൾ കൺസോളാണ് ഇത്. ഇവർ രണ്ടുപേരും നമ്മുടെ ചേംബർ ഓപ്പറേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഇതിനകത്ത് നമ്മളൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. ആ പേഷ്യൻസിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ടുള്ള ക്യാമറയാണിത്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് മോണിറ്റർ ചെയ്യാനുള്ള ഇതിനകത്ത് നമുക്ക് പ്രഷർ മോണിറ്റർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ഫീറ്റിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. നമ്മൾ ഓക്സിജൻ്റെ ലെവൽ ഇതിനകത്ത് മോണിറ്റർ ചെയ്യാൻ പറ്റും. കാർബൺ ഡയോക്സൈഡിൻ്റെ ലെവലിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. കാർബൺ മോണോക്സൈഡിൻ്റെ സെൻസർ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിതൊരു ക്ലോസ്ഡ് ചേംബർ ആകുമ്പോഴത്തേന് നമ്മൾ ഈ പറയുന്ന സയൻറ്റിഫിക് പാരാമീറ്റേഴ്സ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം അകത്തുള്ളത് മോർ ഓഫ് ഒരു പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവരുടെ വെൽബീയിങ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമുക്ക് അറ്റ് പ്രസൻറ്റ് നമുക്കിപ്പോൾ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് വ്യൂ പോർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഈ ചേംബറിൻ്റെ വ്യൂ പോർട്ട് എന്ന് പറയും. അതായത് നമുക്ക് ഫിസിക്കലി ഇപ്പോൾ ഇതിനകത്തേക്ക് നോക്കിയാൽ നമുക്ക് അറിയണം ഇന്നത്തെ എന്താണ് നടക്കാൻ പറ്റുന്നത്. ഈവൻ നമുക്ക് അകത്തൊരു ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊരു ഡയറക്റ്റ് വിഷ്വലൈസേഷനുള്ള ഒരു വിൻഡോയാണിത്. ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്ത് ഇപ്പം അറ്റ് പ്രസൻറ്റ് ഇപ്പം നമുക്ക് 5 പേര് ഇതിനകത്തുണ്ട്.
5 പേര്, അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു നഴ്സിംഗ് സ്റ്റാഫും ഉണ്ട്. നമുക്ക് എല്ലാ സെഷനും നമുക്ക് ഇതിനകത്ത് നടക്കുമ്പോൾ ഇതിനകത്തൊരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർബാരിക് നഴ്സ് ഇതിനകത്ത് പോകും. കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഈ പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അത് അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഹൈപ്പർബാരിക് നഴ്സിനെ ഇതിനകത്തേക്ക് എല്ലാ സെഷനും കൂടെയും നമ്മൾ ഇതിനകത്ത് പേഷ്യൻസിനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആരോഗ്യ സംരക്ഷണത്തിന് ഈ ഓക്സിജൻ തെറാപ്പി വളരെ അത്യന്താപേക്ഷിതമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാര്യം വളരെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന ഒരു സംഭവമാണ്, പലരും തിരക്ക് പിടിച്ച ജീവിതത്തിൽ. അപ്പോൾ ഇതൊരു വലിയ ഒരു സേവനമാണ്. വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞ് താങ്കൾക്ക് പ്രത്യേകം നന്ദി. താങ്ക് യു. ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സ്ഥാപനമാണ് ഓക്സികെയർ പോളിക്ലിനിക്. അപ്പോൾ ഇതിന് തുടങ്ങാനുള്ള കാരണം എന്താണ്, അതിൻ്റെ പ്രചോദനം എന്താണ് എന്ന് നമ്മളോട് സംസാരിക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഡയറക്ടേഴ്സായ തോമസ് എബ്രഹാമും പ്രമോദ് ഫിലിപ്പ് സാറും നമ്മുടെ ഒപ്പം ഉണ്ട്. ഒരു സ്വാഗതം ചെയ്യും. ആരോഗ്യ സംരക്ഷണത്തിന് ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള പ്രചോദനം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ വർഷങ്ങളായിട്ട് ഓഫ് ഷോറിൽ ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഡീപ് സീ ഡൈവിംഗ് ആണ് ഞങ്ങളുടെ പ്രൊഫഷൻ. അപ്പം ഞാൻ 1986 ഞങ്ങൾ ഡൈവിങ് സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് ഇങ്ങോട്ട് ഡൈവിങ്ങിൽ, ഡീപ് സീ ഡൈവിങ്ങിൽ ഒത്തിരി ആൾക്കാർ ആക്സിഡൻറ്റും അതുപോലെ സേഫർ സൈഡായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഡൈവിങ്ങുമായിട്ട് റിലേറ്റഡ് ഒത്തിരി ആക്സിഡൻറ്റ്സ് ഈവൻ ഡോക്ടേഴ്സ് ഇല്ലാതെ ഞങ്ങൾ തന്നെ ഡീൽ ചെയ്യേണ്ട അവസരം വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയുടെ ഒരു തോട്ട് വന്നത് തന്നെ നമ്മുടെ ചേംബറിൽ ആൾക്കാരെ ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിവരം ഞങ്ങൾക്ക് ഓഫ് ഷോറിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ, ലാക്ക് ഓഫ് ഓക്സിജൻ കൊണ്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള പല അസുഖങ്ങൾക്കും മെയിൻ റീസൺ എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇങ്ങനെ എൻ്റെയും എൻ്റെ കൂടെയുള്ള മിസ്റ്റർ പ്രമോദ് ഫിലിപ്പ്, ഞങ്ങൾ ഒരുമിച്ച് ഓയിൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയ കാര്യം, ഇതുപോലെ തന്നെ വെളിയിൽ ഈ ഓക്സിജൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആൾക്കാർ, നമ്മുടെ നോൺ ഹീലിംഗ് വൂണ്ടുമായിട്ട് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പിയിലൂടെ ക്യൂർ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നുള്ള വിവരം നമ്മൾ റിസർച്ച് ചെയ്ത് നമുക്ക് പല ന്യൂസിൽ നിന്നും പല ഡോക്ടേഴ്സിൽ നിന്നും മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഈ ഒരു ചേംബർ ഡിസൈൻ ചെയ്തതും അതുപോലെ തന്നെ നാട്ടിലേക്ക് ഞങ്ങൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ശൃംഖല ഇതിലേക്ക് ഞങ്ങളുടെ ആദ്യത്തെ പ്രസ്ഥാനമാണിത് തുടങ്ങാനായിട്ടുണ്ടായിരുന്ന കാരണം. പ്രമോദ് അതിനെപ്പറ്റി എന്താ പറയുന്നത്? ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതിൻ്റെ ടെക്നോളജി, നമ്മൾ ഒരു 700 അടി 750 അടി വരെ താഴ്ചയിലേക്ക് വർക്ക് ചെയ്യുന്ന ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി. ഇതൊരു 45 മീറ്റർ വരെയുള്ള പ്രഷറേറ്റഡ് ചേംബറാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രൊഫഷനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ തന്നെയുമല്ല, ഇപ്പം ഇതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ചുറ്റും ഒരുപാട് പേരാണ് ഇതുമായിട്ട് ബുദ്ധിമുട്ടി നടക്കുന്നത്. അതായത് ഉണങ്ങാത്ത മുറിവുകൾ, പൊള്ളൽ, റേഡിയേഷൻ, അല്ലെങ്കിൽ സ്ട്രോക്ക്, അങ്ങനെ ഒരുപാട് പേര് ഇതുമായിട്ട് പ്രശ്നങ്ങളുമായിട്ട് നമുക്ക് ചുറ്റും നടക്കുന്നു. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും, ഇതൊരു പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടല്ല ഞങ്ങൾ ഇതിനെ കണ്ടേക്കുന്നത്. അല്ലാതെ തന്നെ ഇത് ആർക്ക് ഒക്കെ പ്രയോജനം ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ അത് ചെയ്യട്ടെ. ഇതിനകത്ത് ഒരാൾക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായാൽ അത്രയും വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾ അതിനെ കണക്കാക്കുന്നു. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാക്ക് ഇൻ ചേംബറാണ്. ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് 8 മുതൽ 10 പേഷ്യൻസിനെ വരെ ഒരേ സമയം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ വലിപ്പവും അതിൻ്റെ നടന്നു കയറാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും ഉള്ളത് ഇതിൻ്റെ ഒരു ക്ലസ്ട്രോഫോബിയ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ട് അതിനെ കണക്കാക്കുന്നു. ഞങ്ങൾ ചേംബർ ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്ലസ്ട്രോഫോബിയ ഉള്ളാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ, കാരണം വർഷങ്ങളായിട്ട് ചേംബറുമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാരുടെ ആ ഒരു സാധാരണക്കാർക്ക് പെട്ടെന്നൊരു ചേംബറിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചേംബർ സൈസായിരിക്കണം, വലുതായിരിക്കണം, അതുപോലെ തന്നെ നടന്ന് കയറത്തക്ക രീതിയിലുള്ള ചേംബർ വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. നമ്മൾക്ക് ഇപ്പം എനിക്ക് തോന്നുന്ന ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ചേംബറാണ്, HBOT ചേംബറാണ് നമ്മൾ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയിപ്പം ഇതിൻ്റെ ഫ്രാഞ്ചൈസി ആയിട്ട് നമ്മൾ വേറെ ഒത്തിരി പ്രൊജക്റ്റുകൾ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഇൻ ഹാൻഡിലുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് ഞങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചേംബറും അടുത്ത HBOT സെൻറ്റർ അതായത് ഞങ്ങളുടെ എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും ഓരോ HBOT ചേംബർ സെൻറ്റർ എന്നുള്ളതാണ്. അതായത് എല്ലാവർക്കും എവിടുന്ന് വേണേലും ആർക്ക് വേണേലും റെഫർ ചെയ്ത് വരത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്.
നമുക്കതുപോലെ തന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും നമ്മുടെ കൂടെയുണ്ട്. ഡോക്ടർ ജയദേവൻ ഡോക്ടറാണ് ഇപ്പോൾ നമ്മുടെ ഓക്സിക്യൂറിൻ്റെ CEO ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ആണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വേണ്ട അഡ്വൈസും കാര്യങ്ങളും എല്ലാം അദ്ദേഹം തന്ന് ഞങ്ങളൊരു വളരെ നല്ലൊരു ടീം വർക്കായിട്ടാണ് പോകുന്നത്. പബ്ലിക്കിനെ നമുക്ക് ഏത് രീതിയിൽ സഹായിക്കാൻ പറ്റും ആ രീതിയിൽ നമ്മൾ സഹായിച്ച് മുമ്പോട്ട് പോകത്തക്ക രീതിയിലുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നത്. അതുപോലെ ഇതിൻ്റെ റേറ്റിംഗ് നമുക്ക് ഇത് പ്രഷർ ടെസ്റ്റ് ചെയ്തേക്കുന്ന 4.5 ബാർ വരെ പ്രഷർ റേറ്റഡ് ആണ് നമ്മുടെ സിസ്റ്റം. ഇത് മറ്റു സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം അത് 1.5 ബാർ റേറ്റഡ് ആണ്. ആ സമയത്താണ് നമ്മൾ 4.5 ബാർ വരെ റേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ചെയ്തേക്കുന്നത്. സാധാരണ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഹൈപ്പബാരിക് ഓക്സിജൻ തെറാപ്പിക്ക് നമുക്ക് 2.4 2.8 ബാർ പ്രഷർ വരെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അത്രയും പ്രഷറിൽ ട്രീറ്റ് ചെയ്താൽ ഈ പേഷ്യൻറ്റിന് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതായത് ഓക്സിജൻ പ്രഷർ കൂടുന്നതനുസരിച്ച് ഓക്സിജൻ മോളിക്യൂൾസ് നമ്മുടെ ബോഡിയിൽ ഡിസോൾവ് ആകും. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടുന്നതനുസരിച്ച് എത്ര പ്രഷർ കൂട്ടുന്നോ അത്രയും പേഷ്യൻ്റ് വൈസ് ട്രീറ്റ്മെൻറ്റ് വൈസ് അത് അവർക്ക് ബെനിഫിഷ്യലാണ്. നമുക്ക് ഓക്സിജൻ പ്രഷർ കൂടുന്ന 2.480 നമ്മുടെ ഹ്യൂമൻ ബോഡി പ്രഷറൈസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഓക്സിജൻ്റെ മോളിക്യൂൾസ് നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷനും അങ്ങനെയുള്ള ലിക്വിഡിലെല്ലാം നമ്മുടെ ബോഡി ലിക്വിഡ്സിലെല്ലാം ഡിസോൾവ് ആകും. അത് പ്ലാസ്മയിൽ എൻറിച്ച്ഡ് ആകും. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ കംപ്ലീറ്റ് ഓക്സിജൻ മോളിക്യൂൾസ് സാച്ചുറേഷൻ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ ലാക്ക് ഓഫ് ഓക്സിജൻ കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ റിസർച്ച് മുഖാന്തരം നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകൾ. ഈ ദൈവികമായ സ്പർശം നമ്മൾ അറിയുന്നത് പലപ്പോഴും പല സ്ഥാപനങ്ങളിൽ നിന്നാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവിക സാന്നിധ്യം നമ്മളിലേക്ക് എത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തെയാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഓക്സികെയർ പോളിക്ലിനിക്ക് കോടയമ്പടി. ശാശ്വതമായ ഒരുപാട് രോഗങ്ങൾക്ക് നമുക്ക് പരിഹാരം നൽകുന്ന സ്ഥാപനം. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് സാന്ത്വനത്തിൻ്റെ ഒരു സ്പർശം, തൂവൽ സ്പർശം നിങ്ങളിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ 100% നമുക്ക് വിശ്വാസമാണ്. മറ്റൊരു മനോഹര എപ്പിസോഡിൽ കണ്ടുമുട്ടാം. ക്യാമറാമാൻ റിജോയ് പറവൂറിനും എൻറ്റയർ മീഡിയ ടീമിനുമൊപ്പം സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.